തൃശ്ശൂർ പൂരത്തിനേക്കാൾ മുൻപ് ഒരുപാട് പൂരങ്ങൾ തൃശ്ശൂരുണ്ട്. ആറാട്ടുപുഴ പൂരമാകട്ടെ, അങ്ങനെ മറ്റുള്ള പൂരങ്ങളൊക്കെ നോക്കുന്ന ഒരു സമയത്ത് തൃശ്ശൂർ പൂരത്തിനേക്കാൾ വളരെ കാലങ്ങൾക്ക് മുമ്പേ ഇതുണ്ട്. പിന്നീട് ഒരു കാലഘട്ടത്തിലാണ് തൃശ്ശൂർ പൂരം ആരംഭിക്കുന്നത്. എന്താണ് ഈ തൃശ്ശൂർ പൂരം ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം? 200 വർഷങ്ങൾക്ക് മുമ്പ് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ഇന്നത്തെ തൃശ്ശൂർ പൂരം ചിട്ടപ്പെടുത്തിയത്. അത് ആറാട്ടുപുഴയിലേക്ക് എത്താനായിട്ട് അവർക്ക് കഴിയാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുകയും അതിന് മഴ എന്നും അവിടുത്തെ ഭരണാധികാരികൾ തമ്മിലുള്ള എതിർപ്പ് എന്നും പല കാരണങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ തൃശ്ശൂർ പൂരം ആരംഭിക്കുന്നത്. ഇന്നത്തെ തൃശ്ശൂർ പൂരം ആരംഭിക്കുമ്പോൾ ശക്തൻ തമ്പുരാൻ അതുവരെ ഈ പൂരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നത് വൈഷ്ണവദേവനായ സാക്ഷാൽ തൃപ്രയാർ തേവർ കൂടാതെ ബാക്കിയെല്ലാം ശാസ്താവും ഭഗവതിയും മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചു വന്നപ്പോൾ ആ തൃശ്ശൂർ പൂരത്തിൽ ആറാട്ടുപുഴയിലേക്ക് പോയിരുന്നവരെ കൂടാതെ തിരുവമ്പാടിയും പാറമേക്കാവും നെയ്തലക്കാവും ഒക്കെ അടക്കമുള്ള ക്ഷേത്രങ്ങളെ കൂടി തൃശ്ശൂർ പൂരത്തിൽ ഉൾപ്പെടുത്തി. നെയ്തലക്കാവ് ഭഗവതി ഭദ്രകാളിയാണ്, പാറമേക്കാവ് ഭഗവതി ഭദ്രകാളിയാണ്, തിരുവമ്പാടി ഭഗവതി ഭദ്രകാളിയാണ് എന്നിങ്ങനെ ഇവരെയൊക്കെ ഉൾപ്പെടുത്തി 10 ദേവീദേവന്മാരുടെ പൂരമാണ് തൃശ്ശൂർ പൂരത്തിൽ നടന്നു വരുന്നത്. ഇത് ഏകദേശം 200 വർഷത്തിനടുത്ത് കാലത്തെ പഴക്കമാണ് തൃശ്ശൂർ പൂരത്തിനുള്ളത്.